അല്ല പാട്ട് പുറത്തു വന്നാൽ പിന്നെ നമ്മൾ ആരുതൊന്നുമില്ല, ആ എല്ലാം ലോകത്തിന്റെ പാട്ടാണ്. അതെ, എല്ലാം നമ്മുടെ പാട്ടാണ്. നല്ലതൊക്കെ നമ്മുടെ പാട്ടാണ്. നമ്മുടെ കാര്യം പറയുമ്പോൾ അത് പ്രത്യേകിച്ച് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഭാസ്കരൻ മാഷ പാട്ടൊക്കെ ഭാസ്കരൻ മാഷ എവിടെയോ പോയില്ലേ, അതെ. പക്ഷെ ഇപ്പോഴും നമുക്ക് തന്നിട്ട് പോയിരിക്കും പുള്ളി. അത്തരത്തിലുള്ളൊരു സ്റ്റൈലിലുള്ള മെഹ്റുബ പോലെയുള്ള പാട്ടാണ് നമ്മുടെ ബോയ് ഫ്രണ്ടിലെ റംസാൻ നീലാവൊത്ത പെണ്ണല്ലേ ദാസേട്ടൻ അഭിനയിച്ചത് രംഗീല പെണ്ണല്ലേ അവസാനം. നല്ല പാട്ടാ. അതെ, അതും ജയചന്ദ്രനാണ്. ജയചന്ദ്രൻ ജയചന്ദ്രനായിട്ട് ഞാൻ ചെയ്ത പാട്ടെല്ലാം നല്ല പാട്ടാണ്. നോട്ടത്തിലെ പോയി മയങ്ങിപ്പോയി. പുതുതലമുറയിൽ ഹിഷാമുമായിട്ട് ചെയ്തിട്ടുണ്ട്, ദീപക് ദേവുമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരടുത്തൊക്കെ ചെയ്യുമ്പോൾ ദീപക് ദേവില് ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ദീപക് ദേവിന്റെ തന്നെ തുടങ്ങിയ പാട്ട് ക്രോണിക് ബാച്ചിലർ, അത് ദീപക് ദേവിന്റെ ഒരു മൈൽ സ്റ്റോൺ പാട്ടാണ്. സ്വയംവര ചന്ദ്രിക അസാധ്യമായിട്ട് ജയചന്ദ്രൻ സാർ പാടുകയും ചെയ്തു. ദീപക് ദേവിലേക്ക് എങ്ങനെയാ എത്തണേ സാർ? ദീപക് ദേവ് ശരിക്ക് നമ്മുടെ കൂത്തുറമ്പുകാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. സാറ് ജനിച്ചത് പയ്യന്നൂരല്ലേ? പയ്യന്നൂർ. അപ്പോൾ ശ്രീനിവാസനും ഇവരൊക്കെ ഒരു ഇതാണ്. പക്ഷേ ഇയാൾ പാടുമായിരുന്നു പണ്ട് കുട്ടിക്കാലത്ത്. അപ്പോൾ ഗൾഫിൽ ഞാൻ പോയപ്പോൾ സമയത്ത്, കുട്ടിയായ സമയത്ത് ഞാൻ ഇയാൾക്ക് പ്രൈസ് കൊടുത്തിരുന്നില്ല. ഗവൺമെൻറ് ചെറിയ കുട്ടിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നല്ല പരിചയമായി, നല്ല ബന്ധം. ഇപ്പോഴും 4-5 പാട്ടുണ്ടായിരുന്നു അതിൽ, എല്ലാം നല്ല പാട്ടുണ്ടായിരുന്നു. ആ ക്രോണിക് ബാച്ചിലർ അതാണ് അയാളുടെ ആദ്യത്തെ പടം. അതെ, ആദ്യത്തെ പടം. എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാനൊരു 10-30 ഈ പുതിയ ആൾക്കാരുടെ ആദ്യത്തെ പടം ചെയ്തിട്ടുണ്ട്. ബ്ലസ്സി, ലോഹിതദാസ്, ശ്രീനിവാസൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ആൾക്കാരുടെ പുതിയ പടങ്ങൾ ഞാനായി തുടങ്ങി. ആദ്യത്തെ പാട്ട് അവരെയൊക്കെ തുടങ്ങി വെക്കാൻ പറ്റി. അപ്പോൾ ആ കൂടുതൽ ഇയാളുടെ സ്വയംവര ചന്ദ്രിക അത് ഉച്ചരിച്ചിരിക്കുന്നത് ഹൃദയരാഗ തൂതു പറയാമോ. അത് വേറെ ഉണ്ട്. അടിപൊളി പാട്ട്. പിന്നെ ഐ വി ശശിയുടെ ഒരു പടം, അതിലും ജയേട്ടൻ പാടിയ സൂപ്പർ പാട്ടാണ് ചിത്രമണിക്കാറ്റ്. അത് നല്ല വോയിസാണ്, നല്ല വോയിസാണ്. ചിത്രമണിക്കാറ്റിൽ എന്ന് പറഞ്ഞാൽ സാറിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. ഉദയനാണ് താരം, നരനൊക്കെ ചെയ്തിട്ടുണ്ട് ദീപക്കുമായിട്ട്. പിന്നെ നരലിന് ഉഗ്ര പാട്ടല്ല. എൻ്റെ ഈ നാട്ടിലത്തെ ഒരു പാട്ട്, തിരുവണ്ണൂർ പേര് വെച്ചിട്ട് പാട്ടുണ്ട്, ശൂരം പടയുടെ ചമ്പട കൂട്ടി. ആ പാട്ട് ഓമൽ കൺമണി എന്ന പാട്ട്. ഓമൽ കൺമണി പുഴയിലൂടെ ഒഴുകി വരുന്ന കർണൻ്റെ ഒരു രൂപം വെച്ചിട്ടാണ് ആ പാട്ട്. പെട്ടിയിൽ വീണ് കിട്ടുന്നതാണല്ലോ കർണനെ, അതേപോലെയാണ് ഇയാളും കിട്ടിയത്, കിട്ടിയത്. ഒഴുകി കിട്ടിയ കർണനായി കൺമണി ഇതിൽ വന്നിട്ട് ഒരു പാട്ട്. പിന്നെ പുതിയ മുഖം, ഉദയനാണ് താരത്തില്. കരളേ കരളേ, അത് അതാണ് ഇയാൾ ആദ്യത്തെ പാട്ട്. എന്നോടൊന്ന് ചിരിക്കൂ. അതെ, വിനീതും റിമിട്ടോ ഭയങ്കര രസം. റിമി ആകെ ഒരു വരിയുള്ളൂ, ഞാനില്ല അത് മാത്രമേ ഉള്ളൂ. കൂടാൻ ഞാനുണ്ട് അങ്ങനെ 2 പറഞ്ഞിട്ടു. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ മദ്രാസ് ഒന്ന് പാടിയിട്ട് ഇത്രയേ ഉള്ളോ എന്ന് വിചാരിച്ചിരുന്നു. പാടി മിക്സ് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര പാട്ട്. റിവ്യൂ പറഞ്ഞോട്. പക്ഷേ നല്ല രസമുള്ള പാട്ട്. അതന്നെ, നല്ല പാട്ടാണ്. അതിൽ വേറൊരു പാട്ടുണ്ട്, പറയാതെ അറിയാ. സൂപ്പർ പാട്ടാണ്. നീ പോയതെന്തേ, എനിക്കും ഇഷ്ടം. ഒരു വാക്കും മിണ്ടാത്തത്, ഒരു വാക്കുമിണ്ടാഞ്ഞതെന്തേ സഖിയേ നീ കാണുന്നു എന്മിഴിയും നിറയും നമ്പരം. നീ കാണുന്നുണ്ടോ? ആ പിരിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖകരമായ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പുതിയ മുഖത്ത് അതിൽ പിച്ച വെച്ച നാൾ മുതൽക്കു നീ എൻ്റെ സ്വന്തമായി. ക്രിസ്ത്യൻ പ്രദേശില് മോഹം കൊണ്ടാൽ ഇന്നേത് പെണ്ണും പൂച്ചയെ പോലെ പാൽപാത്രം കുടിച്ചു വെറ്റിക്കും, മിഴികളിൽ നാണം മൊഴികളിൽ നാണം ഇതാകവേ നാണം. ഭയങ്കര രസമാണ്. അത് കുറേ വേരിയേഷൻസ് ഉണ്ട്. നല്ല പാട്ട്. അത് ദീപക് ദേവിന്റെ ടിപ്പിക്കൽ രസമുള്ള പാട്ടുകളിൽ ഒന്നാണ്. ബേണി ഇഗ്നീഷ്യസ് സാറിന്റെ പാട്ടുകളിൽ നല്ല രസമായിട്ട് കഥ പറയുന്നതാണ് കല്യാണരാമനിലെ കഥയിലെ രാജകുമാരി ഗോപകുമാരനും ഒന്നാവാൻ
പുഴയിലെ അതിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. അതെ. നമ്മൾ തമാശയ്ക്ക് പറയുമായിരുന്നു, ഈ കഥയിലെ രാജകുമാരനും രാജകുമാരിക്കൊക്കെ ഒന്നാവാൻ വേണ്ടിയിട്ട് പുഴയിൽ പോയി ദീപങ്ങൾ ഒഴുക്കിയാൽ മതി, നമുക്കത് പോരാ, നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം. അവനെ അത് ശരിയാ. പക്ഷെ ആ പാട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. നല്ലതായിരുന്നു. പ്രാർത്ഥനയായിട്ടാണല്ലോ പുഴയിൽ ഒഴുക്കിയത്. ആ അവസാനവും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പാട്ട് ഭയങ്കര ക്ലിക്കായി. അല്ല, ആ സിനിമയുടെ ടോട്ടൽ ഒരു ഫീൽ ആ പാട്ടുണ്ട്. ഉണ്ട് ആ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പടം ഇതായിരുന്നു. അതായിരുന്നു. തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പകളിൽ തുമ്പക്കൊടി തുമ്പക്കൊടി അഴകുള്ളവനാരോ, അഴകുള്ളികളാണ്. അഴകുള്ളി ഇവളാരോ. ആ, അത് തുമ്പക്കൊടി എന്ന് പറയുന്നത് തുമ്പിയുടെ തുമ്പയില്ലേ, തുമ്പപ്പൂവിന്റെ തുമ്പപ്പൂവാണ്, തുമ്പിയല്ല. അല്ല, തുമ്പക്കൊടിയല്ലേ. തുമ്പക്കൊടി. ആ, അഴകുള്ള അഴകുള്ളികളാണ്. തുമ്പക്കൊടി എന്ന് പറഞ്ഞാൽ പൂത്ത് നിൽക്കുന്ന അതിങ്ങനെ നിൽക്കുമല്ലോ. പക്ഷെ അത് തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ, അതെ, തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളവനാരോ. ആ അഴക്, തുമ്പക്കൊടി അഴക് ഈ ഏത് തുമ്പിക്കാണുള്ളതെന്ന് ചോദിക്കണം. ഓ, അതാണ്. അപ്പൊ മനോഹരമായ ഒരു തുമ്പി ഏതാണെന്ന് ചോദിക്കുകയാണ്. അതാണ് ഈ തുമ്പി ഏതാണ്. പക്ഷെ അതൊരു സ്വയംവരം വേണമെങ്കിൽ ആവാല്ലേ, കുറെ തുമ്പികൾ. അതിനെ ഉദ്ദേശിച്ചത്, അതന്നെയാണ് എൻ്റെ സിറ്റുവേഷൻ. ശരിക്കും ഉദ്ദേശിച്ച ആളല്ല കല്യാണം കഴിക്കുന്നത്. അതാണ് എൻ്റെ കഥ. മറ്റേ ആളെയാണ് കല്യാണം കഴിക്കുന്നത്. മറ്റേ ആളെയാണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അത് എടുക്കാം അല്ലേ? അങ്ങനെ എടുക്കാം. അങ്ങനെയാണ് ഇത്. അതും യാദൃശ്ചികമായി വന്നതാണോ? അതെ. അല്ല, അങ്ങനെയാണ്. മനഃപൂർവ്വം ആവാം, യാദൃശ്ചികമായിട്ട് വന്നതാണ്. പക്ഷെ സംഭവം കറക്റ്റായിരിക്കും. കറക്റ്റായിരിക്കണം. ആയിരിക്കും. അല്ല, അതാണ് എഴുത്തിൻ്റെ. അതെ, ചില വാക്കുകൾ വന്ന് വീഴുകയാണ് ഇവിടെ, നമ്മളറിയില്ല. അത് പിന്നെ ആലോചിക്കുമ്പോഴോ ശരി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കണ്ണീർ പൂവിൽ സൂര്യതാപമായി താതൻ്റെ ശോകം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജ്യോതിഷത്തിൽ അച്ഛൻ്റെ സ്ഥാനത്ത് സൂര്യനാണ്. എനിക്കറിയേയില്ലായിരുന്നു. അങ്ങനെ വന്ന് വച്ചാടിയ സൂര്യതാപമായി താതൻ്റെ ശോകം. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ, നമ്മുടെ പൗരാണിക വിശ്വാസത്തിൽ അച്ഛൻ്റെ ഇതാണ്, സ്ഥാനമാണ്. ഇല്ലെങ്കിൽ തന്നെ അതിനകത്ത് അച്ഛനാണ് കേന്ദ്ര കഥാപാത്രം സത്യത്തിൽ. പിന്നെ അച്ഛൻ്റെ മോഹല്ലേ അതെ ഇയാൾ തട്ടിക്കളഞ്ഞത്. അവസാനം ആ ഫോട്ടോ കാണുന്നതുവരെ അതാണല്ലോ അച്ഛൻ്റെ. അതെ, സൂര്യതാപമാണ്, അച്ഛൻ്റെ ശോകമാണ്. ആ കഥ കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ്. അച്യുതൻ നായരുടെ ജീവിതം ശരിക്കും സേതു ഇല്ലാതാക്കിയതാണ്. കിരീടവും ചെങ്കോലും അതാണ്. എല്ലാം പാവാണെന്ന് തോന്നുന്നു. അതെ അതെ. പക്ഷെ അയാള് ചെയ്ത പ്രവൃത്തി, അല്ലെങ്കിൽ അയാള് ശരിക്കും ഇടപെടാത്തത് കൊണ്ട് അയാൾക്ക് പറ്റിയതാണ്. അയാളുടെ കുടുംബത്തിനെ നശിപ്പിച്ചതാണ് അയാളുടെ ചെയ്തികൾ. അതെ, ശരിക്കും അച്യുതൻ നായരാണ് അതിനകത്ത് ഹീറോ. അങ്ങനെ ശരിക്കും സേതു അല്ല. അല്ല, ശരിക്കും ഈ അമ്മ പറയല്ലോ, അച്ഛൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മസിൽമാനായിരുന്നു പറയല്ലേ. അതെ അതെ അതെ. നീ പുട്ട് കഴിക്കുന്നുണ്ട്, 10 മുട്ട 20 മുട്ട 60 മുട്ട ഒക്കെ പറയും. ഇങ്ങനെ വാചടിക്കും. നല്ല രസമുള്ള. അവരും ശരിക്കും അതിനകത്തൊരു ഇതാണല്ലേ, അയാളെ ഇങ്ങനെ പുഷ് ചെയ്ത്. പിന്നെ അതെ, ഇല്ലെങ്കിൽ ഇടപെടണ്ടായിരുന്നു. ഇടപെടാതിരുന്നെങ്കിൽ സേതുവിന്റെ ജീവിതം പോകില്ലായിരുന്നു, അച്യുതൻ നായരുടെ ജീവിതം പോകില്ലായിരുന്നു, കുടുംബം. പിന്നീട് കീരിക്കാടന്റെ ജീവിതവും പോയി, ആ കുടുംബവും നശിച്ചു, എല്ലാം നശിച്ചു. സേതു കുറച്ചുകൂടെ ഒരു ബുദ്ധി കാണിച്ചിരുന്നെങ്കിലും നമുക്ക് തോന്നുന്നു. ശരി, അസാധ്യ സിനിമയാണ്. അയ്യോ